fourth kick for the Blasters. Rafiq. Now they're through. They are through. 3-0 on penalties. ഡബ്ലാസിനെ മറികടന്ന് റഫീഖിന്റെ കിക്ക് പോസ്റ്റിന്റെ വലതുമൂലയിൽ വിശ്രമിച്ചതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ISL-ൽ രണ്ടാം തവണയും കലാശക്കളിക്ക്. സെമിയുടെ എല്ലാ വീറും വാശിയും നിറഞ്ഞതായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഡൽഹി പോരാട്ടം. 21-ാം മിനിറ്റിൽ മാർസലിഞ്ഞോയിലൂടെ ഡൽഹി കേരളത്തെ ഞെട്ടിച്ചു. 3 മിനിറ്റിനകം സോളോ ഗോളിലൂടെ ഡൽഹിക്ക് മറുപടി കൊടുത്തത് ഡെക്സൺ നസോൺ. അധികം വൈകാതെ മെഹ്താബിനെ അപകടകരമായി ഫൗൾ ചെയ്തതിന് മിലൻ സിംഗ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. 10 പേരിലേക്ക് ഒതുങ്ങിയെങ്കിലും പോരാടിയ ഡൽഹി ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ റൂബൻ റോക്കയിലൂടെ മുന്നിലെത്തി. മലൂദയുടെയും കീൻ ലൂയിസിന്റെയും ശ്രമങ്ങൾ സന്ദീപ് നന്ദിക്ക് മുന്നിൽ വിഫലമായതോടെ ആദ്യ പാദത്തിലെ ആനുകൂല്യത്തിൽ കേരളം മത്സരം പെനൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തിച്ചു. ഷൂട്ടൌട്ടിൽ മലൂദയ്ക്കും ബ്രൂണോ പെലിസാരിക്കും പിഴച്ചപ്പോൾ മെമ്മോയുടെ കിക്ക് സന്ദീപ് നന്ദി രക്ഷപ്പെടുത്തി. റഫീഖിനൊപ്പം ജോസഫും ബെൽഫോർട്ടും കേരളത്തിനായി ലക്ഷ്യം കണ്ടപ്പോൾ പിഴച്ചത് അന്റോണിയോ ജർമ്മന് മാത്രം. സ്പോർട്സ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. കാഡിയോയുടെ വഴിതെറ്റിയ ക്ലിയറൻസിൽ പിഴച്ചുപോയ സന്ദീപ് നന്ദിക്ക് ആദ്യ ഗോളിന് മുന്നിൽ തലകുനിച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ടെബാറിന്റെ ഫ്രീ കിക്കിലെ പന്തിന്റെ ഗതി നിർണ്ണയിക്കാനാവാതെ രണ്ടാം ഗോളും വഴങ്ങിയതോടെ സന്ദീപ് നന്ദി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നന്ദിയില്ലാത്തവനായി. എന്നാൽ ആദ്യ പകുതിക്ക് ശേഷം എവിടെ നിന്നൊക്കെയോ ഊർജം സംഭരിച്ച് നന്ദി കാവൽ തുടർന്നു. ആദ്യ തവണ കീഴ്പ്പെടുത്തിയ മാർസലിഞ്ഞോ പലകുറി പിന്നീട് നന്ദിക്ക് മുന്നിൽ പരാജയപ്പെട്ടു. നന്ദിയെ മറികടന്നപ്പോഴെല്ലാം സന്ദേശ് ജിങ്കാൻ രക്ഷകന്റെ കുപ്പായമണിഞ്ഞു. അധിക സമയത്തും ഗോൾ പോസ്റ്റിൽ നന്ദിയുടെ മിന്നും സേവുകൾ. ഒടുവിൽ ചെയ്ത പിഴവിനെല്ലാം പ്രായശ്ചിത്തമെന്ന വണ്ണം മെമ്മോയുടെ ഷൂട്ടൌട്ട് കിക്ക് തടുത്തിട്ട് നന്ദി കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്ക് നയിച്ചു. Sports Desk, Mathrubhumi News. Even if we'd have been beaten tonight, I was proud of them. I think it was a real difficult game for us. Again, you know, I go back to the notion that we shouldn't have been playing the second leg away from home. I think it was a disadvantage, but credit to the players. They hung in there. It was a real physical contest just in terms of playing 120 minutes. So we're delighted to be going home now in front of our own fans and playing the final.